നിയോഗം. ഹരിയേട്ടാന്നാരാണ് ഈ രാത്രി 10 മണിയായപ്പോൾ വിളിക്കുന്നതെന്ന് ഒരു നിമിഷം ഹരി ഓർത്തു. ഹലോ. വീണ്ടും അതേ ശബ്ദം. ഹലോ, ഹരിയാണല്ലോ. ഇതാരാണ് സംസാരിക്കുന്നത്? ഹരി തിരിച്ചു ചോദിച്ചു. ഞാൻ ഞാൻ സാന്ദ്രയാണ്. തിരിച്ചുള്ള മറുപടിയിൽ അവൻ്റെ പെരുവിരലിൽ നിന്നും ഒരു തരിപ്പുണ്ടായി. ആരായിരുന്നു? കേട്ടത് വിശ്വസിക്കുവാൻ പ്രയാസപ്പെട്ടുകൊണ്ട് അവൻ വീണ്ടും ചോദിച്ചു. ഞാൻ സാന്ദ്രയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് എൻ്റെ ഏട്ടൻ വന്ന് ഹരിയേട്ടന് അപമാനമുണ്ടാക്കിയതിൽ മാപ്പ് ചോദിക്കാൻ വിളിച്ചതാ. സാന്ദ്ര വല്ല വിധേനയും പറഞ്ഞൊപ്പിച്ചു. മാപ്പ് പറഞ്ഞു കഴിഞ്ഞോ സാന്ദ്ര? അവൻ അവളോട് ചോദിച്ചു. മറുപടിയൊന്നും കേട്ടില്ല അവളുടെ ഭാഗത്തു നിന്നും. ഇയാൾക്കറിയില്ലായിരുന്നോ എനിക്ക് ജോലിയൊന്നുമില്ലെന്ന്? പിന്നെന്താ തൻ്റെ ചേട്ടൻ അങ്ങനെ വന്ന് ബഹളം വെച്ചിട്ട് പോയത്? അതോ തൻ്റെ ചേട്ടന് ഈ കാര്യം അറിയത്തില്ലായിരുന്നോ? അതേ സാന്ദ്ര, എൻ്റെ എല്ലാ യോഗ്യതകളും അറിഞ്ഞ് ഒരു പെൺകുട്ടി അവളുടെ വീട്ടുകാരും എന്നെ നാളെ അവരുടെ വീട്ടിലേക്ക് പെണ്ണ് കാണാൻ ക്ഷണിച്ചിട്ടുണ്ട്. അത് ഉറപ്പിച്ചിട്ടേ ഞാൻ നാളെ വരത്തുള്ളൂ. എന്തായാലും താനൊരു നിമിത്തമായിരുന്നു, അങ്ങനെ കരുതിയാൽ മതി. ഹരിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. സാന്ദ്ര ഒന്നും പറയാതെ മിണ്ടാതിരിക്കുകയാണ്. പെട്ടെന്ന് അവന് തോന്നി ഇത്രയൊന്നും ഈ പെൺകുട്ടിയോട് പറയേണ്ടിയിരുന്നില്ലെന്ന്. അവളുടെ ചേട്ടൻ കാരണം അവൾ എന്തു പിഴച്ചുവെന്ന് അവനോർത്തു. സാന്ദ്ര, ഹരി വിളിച്ചു. മറുപടിയൊന്നും വന്നില്ല. ഇയാൾ എന്താ മിണ്ടാത്തത്? ഹരി വീണ്ടും ചോദിച്ചു. കരച്ചിലടക്കാൻ പാടുപെടുന്ന സാന്ദ്രയുടെ ശബ്ദം അവൻ കേട്ടു. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഹരിയേട്ടന്. എനിക്ക് എനിക്ക് എന്നോടും എൻ്റെ വീട്ടുകാരോടും ക്ഷമിക്കണം. ഇത്രയും പറഞ്ഞ് വിതുമ്പിക്കൊണ്ട് അവൾ ഫോൺ കട്ടാക്കി. ഹരി ഫോണും കയ്യിൽ പിടിച്ച് കട്ടിലിരിക്കുകയാണ്. അവളുടെ കരച്ചിൽ ഇപ്പോഴും അവൻ്റെ ചെവിയിൽ അലയടിക്കുകയാണ്. ഹരിയേട്ടനെ ഇഷ്ടമായിരുന്നു എന്നുള്ള അവളുടെ ഏറ്റുപറച്ചിൽ അവനും ശരിക്കും സങ്കടം വന്നപ്പോൾ. എന്ത് ചെയ്യാനായിന്? ഹരി കുറേ സമയം ഉറക്കം വരാതെ കിടന്നു. സാന്ദ്രയുടെ ഹരിയേട്ട എന്ന വിളി അവൻ്റെ മനസ്സിനെ അത്രമേൽ കീഴ്പ്പെടുത്തി കളഞ്ഞു. ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണവൻ. നിദ്രാദേവി പോലും അവനോട് പിണങ്ങിയിരുന്നു. ഈ സമയം സാന്ദ്ര ഓരോന്ന് ആലോചിച്ച് കൂട്ടുകയാണ്. നാളെ തന്നെ ഹരിയുടെ വിവാഹം ഉറപ്പിക്കും. മറ്റേതോ ഒരു പെണ്ണ് ഹരിയുടെ ജീവിതത്തിൽ വന്നു ചേരും. താൻ നെയ്ത സ്വപ്നങ്ങളെല്ലാം അവൾക്ക് കണ്ണു നിറഞ്ഞു വന്നു. പെട്ടെന്ന് അവൾ മറുത്തു ചിന്തിച്ചത്, എന്തിന് താൻ ഇത്രയും വിഷമിക്കുന്നത്? ഒന്ന് പെണ്ണ് കണ്ടുപോയി, ആ ഒരു പരിചയം മാത്രമേ തങ്ങൾ തമ്മിലുള്ളൂ. എവിടെയൊക്കെ വിവാഹം തലേന്ന് വരെ മാറിപ്പോകുന്നു. താൻ വെറുതെ വിളിക്കേണ്ടായിരുന്നു. അയാൾ ഇനി വീട്ടിൽ വല്ല പറയുമോ ദൈവമേ? ഓർത്തപ്പോൾ അവൾക്ക് പേടി തോന്നി. ഇനി സരസമ്മ ചേച്ചി എങ്ങാനും അമ്മയോട് പറഞ്ഞാൽ പിന്നെ അതും മതി. എൻ്റെ കാവിലമ്മേ, അടുത്ത അശ്വതി മഹോത്സവത്തിന് താലം എടുത്തേക്കാമേ. വേറെ കുഴപ്പമൊന്നും വരുത്തല്ലേ. അവൾ മനമൊരുക്കി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് അവൾക്കൊരു ബുദ്ധി തോന്നി. വാട്സാപ്പിലെങ്ങാനും ഉണ്ടോ ഈ നമ്പറെന്ന് അവൾ നിരീക്ഷണം നടത്തി. ഒരു കൊച്ചുകുട്ടി കുടയും ചൂടിയിരിക്കുന്ന ഫോട്ടോ. അതായിരുന്നു ഹരി പ്രൊഫൈൽ പിക്ചറായിട്ട് ഇട്ടത്. താൻ വിളിച്ച കാര്യം ആരോടും പറയരുതെന്ന് അവനൊരു മെസ്സേജ് അയച്ചവൾ. ഹരി നെഞ്ചത്ത് ഫോൺ വെച്ച് കിടക്കുകയാണ് കട്ടിലിൽ. അപ്പോഴാണ് ഒരു വൈബ്രേഷൻ. എടുത്തു നോക്കിയപ്പോൾ റോസാപ്പൂവ് കയ്യിൽ പിടിച്ചിരിക്കുന്ന ഏതോ ഒരു പെൺകുട്ടിയുടെ കൈയാണ് അവൻ ഫോട്ടോയിൽ കണ്ടത്. സാന്ദ്രയാണെന്ന് അവന് മനസ്സിലായി. അവളുടെ മെസ്സേജ് വായിച്ചു നോക്കി ഹരി. ഇല്ലടോ, പേടിക്കണ്ട. അവൻ തിരിച്ചൊരു മറുപടിയും അയച്ചു. താങ്ക്സ് എന്ന് സാന്ദ്ര വീണ്ടും അയക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഉണ്ടായില്ല. തന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത് സോറി കേട്ടോ എന്ന് ഹരി വീണ്ടും അയച്ചു. ഗുഡ് നൈറ്റ് എന്നായിരുന്നു അവൾ തിരിച്ചയച്ചത്. അവൾ ഓൺലൈനിൽ നിന്ന് പോയിരുന്നു പെട്ടെന്ന് തന്നെ. ഹരിക്കപ്പോൾ മനസ്സിൽ എന്തൊക്കെയോ സന്തോഷം തോന്നി. സാന്ദ്രയ്ക്കും കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചതിന് ശേഷം ഒരു കുളിർക്കാറ്റ് വീശിയതുപോലെ തോന്നി. ഹരി, മോനെ എഴുന്നേക്കുന്നില്ലേ? അമ്മ രാവിലെ വിളിക്കുന്ന കേട്ട് അവൻ ചാടി എഴുന്നേറ്റു. എന്താമ്മേ? അവൻ വാതി തുറന്ന് പുറത്തേക്ക് വന്നു. ഡാ, കൈമൾ വന്നിട്ടുണ്ട്, നീ വേഗം പോയി കുളിക്കടാ. കൈമൾക്ക് ചായ കൊടുക്കട്ടെ എന്നും പറഞ്ഞ് അമ്മ ധൃതിയിൽ പോയി. ഹരിക്ക് പോകാനേ മനസ്സിലായിരുന്നു.
എന്താന്നറിയില്ല, തീരെ താല്പര്യമില്ലാത്ത മട്ടിൽ അവൻ കുളിക്കാനായി പോയി. കൈമളുമായിട്ട് പെണ്ണിന്റെ വീടിന് മുൻപിൽ ഹരിച്ചെന്ന് നിന്നു. പെണ്ണിന്റെ അപ്പനും അമ്മയും ഇറങ്ങി വന്നിട്ട് അവനെ സ്വീകരിച്ചു. കുറച്ചു കഴിഞ്ഞ് പെണ്ണും വന്നു. കാണാൻ സുന്ദരിയായ ഒരു പെണ്ണാണ്. ഒരുപക്ഷെ സാന്ദ്രയേക്കാൾ സുന്ദരി. അവരോട് സംസാരിച്ചപ്പോഴും നല്ല ആളുകളായിട്ടാണ് അവന് തോന്നിയത്. ഹരിയെ ഇഷ്ടമായെന്ന് അവൾ അപ്പോൾ തന്നെ പറഞ്ഞു. വീട്ടിൽ ചെന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് ഹരിയും കൈമളും കൂടി ഇറങ്ങി. കൈമൾ മടങ്ങും വഴി ആകെ സന്തോഷത്തിലാണ്. ഇത് നടക്കും മോനെ, അയാൾ വിശ്വാസത്തോടെ പറഞ്ഞു. തിരിച്ചു വീട്ടിലെത്തുമ്പോൾ അമ്മ തൊടിയിലായിരുന്നു. അവരെ കണ്ടതും അമ്മ ഓടി വന്നു. എന്താ ഇട പോയിട്ട്? മുഖത്തെയും കഴുത്തിലെയും വിയർപ്പ് തുള്ളികൾ സാരി തലപ്പുകൊണ്ട് തുടച്ചിട്ട് അവർ ചോദിച്ചു. പെണ്ണു കുഴപ്പമില്ലമ്മേ. അവന്റെ മറുപടിയിൽ അവൾ സംതൃപ്തയായി. അമ്മ ഉടനെ ഒന്നും അവൾമാരോട് വിളിച്ചു പറയണ്ടാട്ടോ എന്നും അവൻ പറഞ്ഞു. നല്ലൊരു പെൺകുട്ടിയാണ് ഇന്ന് താൻ കണ്ടത്. പക്ഷെ സാന്ദ്ര, അതോർക്കുമ്പോൾ മനസ്സിൽ എവിടെയോ ഒരു കൊളുത്തി വലിക്കൽ. അവൻ കട്ടിലിൽ വന്ന് കിടന്നു. ഫോൺ എടുത്ത് നെറ്റ് ഓൺ ചെയ്തു. സാന്ദ്രയുടെ മെസ്സേജ് ഒന്നും വന്നില്ല. അച്ഛൻ വന്നപ്പോൾ അവൻ എഴുന്നേറ്റ് താഴേക്ക് പോയി. ചൂട് പിടിച്ച ചർച്ച പുരോഗമിക്കുകയാണ്. അവനോട് എന്തൊക്കെയോ ചോദിച്ചു. അവൻ മറുപടിയും കൊടുത്തു. വൈകിട്ട് അവൻ അമ്പലത്തിൽ പോയി. ആൽത്തറയിൽ വെറുതെ ഇരിക്കുകയാണ്. സാന്ദ്ര എന്ന വിചാരം അവനെ ഭ്രാന്തനാക്കുമോ എന്ന് അവൻ ഭയപ്പെട്ടു. അത്രയ്ക്ക് തന്റെ മനസ്സിൽ അവളുണ്ട്. തനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവളെ. പക്ഷെ എന്താ ചെയ്യുക? തിരിച്ചു കയറി വീട്ടിലെത്തിയപ്പോൾ നേരെ ഇരട്ടിയിരുന്നു. നീ എന്താ മോനെ ഇത്രയും താമസിച്ചേ? രുക്മിണി സ്നേഹപൂർവ്വം മകനെ ശാസിച്ചു. ചുമ്മാ ആൽത്തറയിൽ ഇരിക്കുകയായിരുന്നമ്മേ എന്ന് പറഞ്ഞവൻ മുറിയിലേക്ക് പോയി. 3 പേരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. നേരത്തെ കണ്ട പെണ്ണിനേക്കാൾ നല്ലതാണോടാ ഈ കുട്ടി? അമ്മ ചോദിച്ചു. ആ, ഞാൻ താരതമ്യപ്പെടുത്തിയൊന്നുമില്ല, അവൻ അലക്ഷ്യമായി പറഞ്ഞു. അല്ല, ആ കൈമൾ പറഞ്ഞു ഈ നാട്ടിലൊന്നും അത്ര നല്ല പെണ്ണില്ലെന്ന്. അമ്മ വീണ്ടും പറഞ്ഞു. ഹരി തിരിച്ചൊന്നും അവരോട് മിണ്ടിയില്ല. അവർ വിളിച്ചു കഴിഞ്ഞിട്ട് കൈമൾ അറിയിക്കാമെന്നാണ് പറഞ്ഞത്. ഗോപിനാഥൻ നായരാണ്. രാത്രിയിൽ ഹരി ഫോൺ നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. ഹായ് എന്ന് അവൻ സാന്ദ്രയ്ക്കൊരു മെസ്സേജ് അയച്ചു. വിവാഹം എന്നെ അറിയിക്കണം കേട്ടോ, ഞാനും വരുന്നുണ്ടെന്ന്. ഒരു മെസ്സേജ് സാന്ദ്ര ഹരിക്ക് അയച്ചു. ഹരിക്കപ്പോൾ മനസ്സിൽ എവിടെയോ ഒരു നീറ്റൽ. വിളിക്കാമെന്ന് അവൻ മറുപടി കൊടുത്തു. പെൺകുട്ടി എങ്ങനെയുണ്ട്? രണ്ടാൾക്കും പരസ്പരം ഇഷ്ടമായോ? അവൾ വീണ്ടും അയച്ചു. പെട്ടെന്ന് അവൻ അവളുടെ ഫോണിലേക്ക് കോൾ ചെയ്തു. അവൾ പക്ഷെ എടുത്തില്ല. ഒന്നുകൂടി അവൻ വിളിച്ചു. ഇത്തവണയും അതുതന്നെ കഥ. പ്ലീസ് അറ്റൻഡ് മൈ കോൾ എന്ന് മെസ്സേജ് അയച്ചിട്ട് അവൻ ഒരു തവണ കൂടി വിളിച്ചു. ഇപ്രാവശ്യം അവൾ ഫോൺ എടുത്തു. ഹലോ സാന്ദ്ര, അവൻ വിളിച്ചു. എന്താ മിണ്ടാത്തത്? എനിക്ക് മിണ്ടാൻ പേടിയാ, അവൾ ചെറുതായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവനും ഒന്ന് ചിരിച്ചു. സാന്ദ്ര, ഞാനൊരു കാര്യം സീരിയസ് ആയിട്ട് പറയാൻ പോവാം, ശ്രദ്ധിച്ച് കേൾക്കണം, പറ്റൂ? അവൻ ചോദിച്ചു. എന്താ ഹരിയേട്ടാ? അവൾക്ക് ആകാംക്ഷയെ. എനിക്ക് സ്വന്തമായി ജോലിയൊന്നും നിലവിലില്ല. പക്ഷെ ഞാൻ ലിസ്റ്റിൽ വന്നതാ. പിന്നെ എനിക്ക്, അതായത് എൻ്റെ അച്ഛൻ്റെ വിഹിതമായിട്ട് 10 പറ വയലുണ്ട്. തരക്കേടില്ലാത്തൊരു വീടും 1.25 ഏക്കർ മിച്ചം സ്ഥലവുമുണ്ട്. എന്തായാലും ഒരു പെണ്ണിനെ പോറ്റാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഹരിയേട്ടാ, എല്ലാവരോടും ക്ഷമിക്കണം. അവർക്കിതൊന്നും അറിയില്ലായിരുന്നു. പിന്നെ പുതിയ ജീവിതം തുടങ്ങുമല്ലേ, അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ മറക്കുക. എല്ലാവരോടും ക്ഷമിക്കാനോ? അതൊക്കെ എൻ്റെ ഇഷ്ടം. പിന്നെ അതിനേക്കാളൊക്കെ ഇഷ്ടമുള്ള ഒരു സംഗതിയുണ്ട്, പറയട്ടെ? എന്താ? അവൾക്കൊന്നും മനസ്സിലായില്ല. ഞാൻ വിളിച്ചാൽ ഇയാൾ എൻ്റെ കൂടെ ഇറങ്ങി വരുമോ? ഹരി സാന്ദ്രയോട് ചങ്കുറ്റത്തോടെ തന്നെയാണ് ചോദിച്ചത്. അവൾക്ക് ശ്വാസം നിന്ന് പോകും പോലെ തോന്നി. എടോ, തനിക്ക് ഒരു ദിവസത്തെ സമയം തരുന്ന ആലോചിക്കാൻ. നാളെ ഇതേ സമയത്ത് ഞാൻ വിളിക്കും. എനിക്ക് സന്തോഷവും ആശ്വാസവും തരുന്ന ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ഹരി ഫോൺ കട്ടാക്കി. തുടരും.